ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പരിസമാപ്തി കുറിച്ച് മഹാറാലി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മഹാറാലി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും മീര മനോഹരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മീര, ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്കാണ് ഇപ്പോൾ പരിസമാപ്തി ആയിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടെയുള്ള കാഴ്ചകൾ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഗീത, രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ഒരു സമരയാത്ര PMG ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് മഹാറാലിയായി ഈ സമരയാത്രയുടെ പരിസമാപ്തിയുടെ മഹാറാലിയായി കൂടി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരയാത്ര എത്തി. നിരവധിയായ ആശമാർ സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ നിന്നും നിരവധിയായ ആശമാരാണ് ഇവിടെ എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഈ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ഇപ്പോൾ സമരസമിതി ഈ യാത്ര നയിച്ച MA ബിന്ദു തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രതികരണം? എല്ലാ ജില്ലകളിലും വളരെ ഹൃദ്യമായ സ്വീകരണമാണ് കിട്ടിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിയ മനുഷ്യരെല്ലാം ഒരേ ഹൃദയവായ്പോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളുണ്ട്, മതസാമുദായിക സംഘടനകളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇപ്പോൾ 156 സ്വീകരണ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പോയി. അവിടെയെല്ലാം ഞങ്ങളെ സ്വീകരിക്കാനിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയവികാരം ഒന്ന് തന്നെയായിരുന്നു. അവരുടെ ഒരു സന്തോഷവും ഒരു ഔത്സുക്യവും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. അവരുടെ മുഖത്ത് പ്രകടമായ വികാരങ്ങളും എല്ലാം ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം, ഇന്ന് ഇപ്പോൾ സർക്കാർ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരയാത്രയെ തകർക്കാനുള്ള തീർച്ചയായിട്ടും ഇവര് എപ്പോഴും ഞങ്ങളുടെ സമരത്തിൽ ആരുമില്ല, 330 പേര്, 50 പേര്, 100 പേര് എന്ന് പറയുന്ന ആശമാരില്ലാത്ത സമരം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആയിരക്കണക്കിനായി ആശാ വർക്കർമാർ ഇവിടെ എത്തിച്ചേരുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എല്ലാ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇതുവരെ ഇവർ സൃഷ്ടിച്ച പല പ്രതിബന്ധങ്ങൾ മൂലവും ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 100 കണക്കിന് ആശാ വർക്കർമാർ ഇവിടെ ആ സമര കേന്ദ്രങ്ങളിലെല്ലാം എത്തിച്ചേർന്ന് ഞങ്ങളെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വരുമെന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അത് പിന്നെ അതിനെ തടയുന്ന നടപടിയുണ്ട്. എന്നിട്ട് പോലും അവർ ഭയപ്പെടുകയാണ്. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിട്ടും അതിനെല്ലാം പിന്നെ അതിജീവിച്ച ആശമാർ വരുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് വിരോധത്തിന് തലേ ദിവസം ഇതുപോലെ തന്നെയാണ് പിന്നെ അവർ പെട്ടെന്ന് പാലിയേറ്റീവ് പരിശീലനം വെച്ചത്. പക്ഷെ അതിനെല്ലാം പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ആശാ വർക്കർമാർ വന്നത്. അപ്പോൾ നമ്മൾ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഇതുപോലെ വൻ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ പരിപാടി നടക്കുന്ന സമയത്തെല്ലാം ഇവർ ഇതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാം? വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് പിന്മാറും എന്നുള്ളത്. അതിനകത്ത് എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് ഇവിടെ ഉണ്ടാവും. വ്യത്യസ്തങ്ങളായ സമര പരിപാടികൾ എടുത്തുകൊണ്ട് ഈ ഡിമാൻഡ് നേടിയെടുക്കുന്ന അവസാന നിമിഷം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അതെ, ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 45 ദിവസമായിരുന്നു ഈ ഒരു സമരയാത്ര. കാസർഗോഡ് നിന്ന് മെയ് ദിനത്തിൽ ഇവിടെ നിന്ന് ആരംഭിച്ച് പിന്നീട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന സമരയാത്രയായിരുന്നു. 129ാം ദിവസമാണ് ഇവരുടെ രാപ്പകൽ സമരം. വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ആരംഭ സമയത്ത് 5 പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.